ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ സമയത്താണെന്നുള്ളത് ഞാൻ പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, 3 മണിക്കൊരു ക്ലാസ്, രാത്രി 8 മണിക്കൊരു ക്ലാസ്, 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നത്. അപ്പോൾ അതിൽ 6 മണിക്കും 9 മണിക്കും 12 മണിക്കുമുള്ള ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ GK പോർഷൻസ് ആണ്. SCERT, NCERT ബേസ്ഡ് ടോപ്പിക് വൈസ് ക്ലാസ്സുകളും എല്ലാം ഉണ്ടായിരിക്കും. 3 മണിക്ക് നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അത് ഒരാഴ്ചയിൽ തന്നെ 3ഉം കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ രാത്രി 8 മണിക്ക് എന്ന് പറയുന്നത് ലൈവ് സെഷനാണ്. ലൈവായിട്ട് നമ്മൾ കാലത്ത് 3 ക്ലാസ്സുകളായിട്ട് പഠിച്ച 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിച്ച GK പോർഷൻസ് ഏതൊക്കെയാണ്, അതിൽ നിന്നും PSC 2021 മുതൽ 24 വരെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ അതിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. അതും ലൈവായിട്ട് തന്നെയാണ് കേട്ടോ. എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗങ്ങളും കൂടെ ഓരോ ടോപ്പിക്കായിട്ട് കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് പഠിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മാക്സിമം നല്ല രീതിയിൽ തന്നെ കണ്ട് പ്രയോജനപ്പെടുത്തുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം. ഇനി പുതുതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കാരണം ടെലഗ്രാമിലാണ് നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ നാളെ പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് സമയം, ഏത് സബ്ജക്റ്റാണ്, ഏത് ചാപ്റ്റർ ആണെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് തരുന്നത് തലേ ദിവസം തന്നെ നിങ്ങൾക്ക് തരും. നാളെ ഏതൊക്കെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത് എന്നുള്ളത് ഇന്ന് തന്നെ തരും. അതിനനുസരിച്ച് ക്ലാസ്സുകൾ തരുന്നു, അതിനനുസരിച്ച് ഇൻസ്ട്രക്ഷൻസ് തരുന്നു, PDF പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം ടെലഗ്രാം വഴിയാണ് നടക്കുന്നത്. സോ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വനവും വനവിഭവങ്ങളും എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ LDCക്കാണെങ്കിലും LGSനാണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വനവും വനവിഭവങ്ങളും. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ പരിസ്ഥിതി പ്രശ്നങ്ങളും പഠിച്ചു. ഓക്കെ, അപ്പോൾ അതെല്ലാം SCERT ബേസ്ഡ് ആണ് പഠിച്ചത്. അതേപോലെ തന്നെ വനവും വനവിഭവങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന മുഴുവൻ SCERT പാഠഭാഗങ്ങളും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ് കേട്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വനവും വനവിഭവങ്ങളും എന്ന് പറയുന്ന ഭാഗത്തെ SCERT പാഠഭാഗത്തിലോട്ട് കിടക്കാം. വനങ്ങളും വനവിഭവങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ആദ്യത്തെ SCERT പാഠഭാഗം നമുക്ക് പഠിക്കാനുള്ളത് 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 1ാമത്തെ ചാപ്റ്ററാണ് സസ്യലോകത്തെ അടുത്തറിയാം. ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കുറേ ആഹാര സാധനങ്ങൾ അല്ലേ, സസ്യങ്ങളുടെയും ഫ്രൂട്ട്സിൻ്റെയും എല്ലാം വെജിറ്റബിൾസിൻ്റെയും എല്ലാം തന്നെ നമുക്ക് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആഹാര സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു, നോക്കൂ. ചീരയുടെ ഇല മാത്രമാണോ നാം ആഹാരമായി ഉപയോഗിക്കുന്നത്? ആണോ? അല്ല. ചീരയുടെ ഇല മാത്രമല്ല, നമ്മൾ തണ്ടും കഴിക്കാറുണ്ട് അല്ലേ. ഇലയും തണ്ടും നമ്മൾ കഴിക്കാറുണ്ട്. ഇനി കോളിഫ്ലവർ കണ്ടിട്ടില്ലേ? അതിൻ്റെ ഏതു ഭാഗമാണ് നാം ഭക്ഷിക്കുന്നത്? കോളിഫ്ലവറിൻ്റെ ഏതു ഭാഗമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്? പൂവാണ് ഭക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ ചീരയുടെ ഇലയും തണ്ടും ഉപയോഗിക്കുന്നുണ്ട്, കോളിഫ്ലവറിൻ്റെ പൂവ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വിവിധ തരത്തിലുള്ള സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളാണ് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ജസ്റ്റ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് പറയുമ്പോൾ നോക്കുക, കുരുമുളക്, ഗ്രാമ്പു, മഞ്ഞൾ, ഇഞ്ചി, ഏലം അല്ലേ. അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഔഷധങ്ങൾ തുടങ്ങി മറ്റു പല ആവശ്യങ്ങൾക്കും നാം സസ്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് എന്താണ്? ഔഷധ സസ്യങ്ങളാണ്. നോക്കുക, ഏതൊക്കെയാണ്? ആടലോടകം, കറിവേപ്പ്, ചെമ്പരത്തി, കുറുന്തോട്ടി, പനിക്കൂർക്ക, ആര്യവേപ്പ്, തൊട്ടാവാടി തുടങ്ങിയതാണ് അല്ലേ. അതൊക്കെ എന്താണ്? ഔഷധ സസ്യങ്ങളാണ്. അത് നമുക്കറിയുന്നതാണ്. ഇനി ഇവിടെ നോക്കുക, ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് സസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ.
അടുത്തതാണ് പ്രകാശ സംശ്ലേഷണം. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള 5ാം ക്ലാസ്സിലെയാണ്, അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഓരോ വരിയും വായിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. വേരിലൂടെയാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, വെള്ളം വലിച്ചെടുക്കുന്നത്. ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ വെള്ളത്തിൽ എന്തടങ്ങിയിട്ടുണ്ട്, ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ജലവും ലവണങ്ങളും സസ്യങ്ങൾ എന്തിലൂടെയാണ് വലിച്ചെടുക്കുന്നത്, വേരിലൂടെയാണ് വലിച്ചെടുക്കുന്നത്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ചെറിയ സുഷിരങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു പേരുണ്ട്, ആസ്യരന്ധ്രം എന്നാണ് പറയുക. ഓക്കെ, ഇലകളിലെ ചെറിയ സുഷിരങ്ങൾ എന്ന് പറയുന്നതിൻ്റെ പേരെന്താണ്, ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ എന്ന് പറയും. അതിലൂടെയാണ് എന്ത്, അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നത് ഏതിലൂടെയാണ്, ഇലകളിലെ ചെറിയ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങളിലൂടെയാണ്. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആഹാരം നിർമ്മിക്കാൻ എന്തൊക്കെ വേണം, നമ്മൾ പറഞ്ഞു വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നു, അതിൽ ലവണങ്ങളുണ്ടെന്ന് പറഞ്ഞു. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം ചെറിയ സുഷിരങ്ങൾ ആസ്യരന്ധ്രങ്ങളിലൂടെ വലിച്ചെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ലവണവും എന്തിനു വേണ്ടിയിട്ടാണ്, ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെടികൾക്ക്, സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ എന്തൊക്കെ ആവശ്യമാണ്, ജലം, ലവണം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ആവശ്യമാണ്. ഓക്കെ, ഇലകളിൽ വച്ചാണ് എന്ത് നടക്കുന്നത്, ആഹാര നിർമ്മാണം നടക്കുന്നത്. ഇലകളിൽ വച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. ഈ പ്രവർത്തനത്തെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്, സസ്യങ്ങൾ ജലവും ലവണവും കാർബൺ ഡൈ ഓക്സൈഡും യൂസ് ചെയ്തിട്ട് ഇലകളിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും വേണം. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് ജലവും ലവണവും കാർബൺ ഡൈ ഓക്സൈഡും മാത്രം പോരാ. പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ ഇലകളിൽ എന്ത് വേണം, ഹരിതകം എന്ന് പറയുന്ന വർണ്ണവസ്തു വേണം. ഹരിതകം, ക്ലോറോഫിൽ വേണം. ഓക്കെ, ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും വേണം, സൂര്യപ്രകാശവും വേണം. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, പ്രകാശ സംശ്ലേഷണം നടക്കത്തുള്ളൂ. ഹരിതകത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ഓക്കെ, സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ഹരിതകത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് നടക്കുന്നു, ജലവും ലവണവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. ഓക്കെ, ഈ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലൂക്കോസ്. ഓക്കെ, പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഉൽപ്പന്നം എന്താണ്, ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് മാത്രമല്ല, ഇതോടൊപ്പം എന്തും ഉണ്ടാവുന്നുണ്ട്, ഓക്സിജനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഉൽപ്പന്നങ്ങൾ. ഈ ഓക്സിജൻ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു, പകൽ സമയത്ത് പുറത്തുവിടുന്നു. പകൽ സമയത്ത് എന്ന് പറയാൻ കാര്യം എന്താണ്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് പകൽ സമയത്താണ് അല്ലേ. സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കത്തുള്ളൂ. അതായത് പകൽ സമയത്താണ് പ്രകാശ സംശ്ലേഷണം നടക്കുകയുള്ളൂ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഏത് വാതകമാണ് സ്വീകരിക്കുന്നത്, സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സ്വീകരിക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചുകൊണ്ട് പ്രകാശ സംശ്ലേഷണം നടത്തി ഓക്സിജൻ പുറത്തോട്ട് വിടും അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തോട്ട് വിടുന്നു. അപ്പോൾ ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തു വിടുന്നു എന്ന് പറയാൻ കാര്യം ഇതാണ്. പകൽ സമയത്താണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, ഓക്സിജനെ പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് എന്തായിട്ട് മാറ്റപ്പെടുന്നു, അന്നജമായിട്ട് മാറ്റപ്പെടുന്നു. ഓക്കെ, ഇപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പിന്നീട് എന്താണ് മാറുന്നത്, അന്നജമായിട്ടാണ് മാറ്റപ്പെടുന്നത്. അപ്പം സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങളെ പറയുന്ന പേരാണ്
സ്വപോഷികൾ. ഓക്കെ, സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട്, ഓക്കെ, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങളെ പറയുന്നത് എന്താണ്? സ്വപോഷികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ജലവും ലവണവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിൻ്റെ സഹായത്തോടു കൂടി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ ആഹാരം ചെയ്യുന്ന പ്രോസസ്സാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. ഗ്ലൂക്കോസ് പിന്നീട് എന്തായിട്ട് മാറപ്പെടുന്നു? അന്നജമാക്കിയിട്ട് മാറ്റപ്പെടുന്നു. ഈ ഓക്സിജൻ സസ്യങ്ങൾ പുറത്തുവിടുന്നത് എപ്പോഴാണ്? പകൽ സമയത്താണ്. കാരണം പ്രകാശ സംശ്ലേഷണം നടന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തോട്ട് വിടുകയാണ്. അപ്പോൾ രാത്രി എന്തായിരിക്കും ചെയ്യുക? രാത്രി എന്ന് പറയുമ്പോൾ ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും. ശ്വസനം എന്ന് പറയുന്നത് മനുഷ്യരുടെയും സസ്യങ്ങളുടേതും ഒരുപോലെ തന്നെയാണ്. ഓക്സിജനെ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നു. ഓക്കെ, അപ്പോൾ ശ്വസനം എന്ന് പറയുന്നത് രാത്രിയും പകലും ഉണ്ടാവും. പ്രകാശ സംശ്ലേഷണത്തിൽ എന്ന് പറഞ്ഞ് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന എന്താണ്? ഓക്സിജൻ ആണ് സ്വീകരിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ശ്വസന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വസനം. രാത്രി കാലങ്ങളിൽ എന്ത് നടക്കില്ല? പ്രകാശ സംശ്ലേഷണം നടക്കില്ല. അപ്പോൾ രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ സ്വീകരിക്കുന്നത് എന്താണ്? ഓക്സിജൻ സ്വീകരിക്കുന്നു, ശ്വസിക്കാനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഇവിടെ കോളം ഫില്ല് ചെയ്യാനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ജലത്തിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്നിട്ട് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹരിതകത്തിൻ്റെ സഹായത്തോടു കൂടി എന്തൊക്കെയായിട്ടാണ് മാറുന്നത് ഉൽപ്പന്നങ്ങൾ? ഇവിടെ 2 കോളം തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്തുണ്ടാവുന്നുണ്ട്? ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്. ഗ്ലൂക്കോസും ഓക്സിജനുമാണ് എന്തിൻ്റെ ഉൽപ്പന്നം? പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നത് ചെറിയ സുഷിരങ്ങളിലൂടെയാണ് എന്ന് പറഞ്ഞു, അല്ലേ? ആ സുഷിരത്തിൻ്റെ പേരാണ് ആസ്യരന്ധ്രം എന്ന് ഞാൻ പറഞ്ഞു. ആ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ചെറിയ സുഷിരങ്ങളിലൂടെയാണ് എന്ത് വലിച്ചെടുക്കുന്നത്? ഈ കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. ഓക്കെ, അതും മനസ്സിലാക്കി വെക്കുക. ആസ്യരന്ധ്രം. അപ്പോൾ നോക്കുക, ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത് മാത്രമല്ല, സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഏതിലൂടെയാണ്? ആസ്യരന്ധ്രത്തിലൂടെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ആസ്യരന്ധ്രം എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഹരിതകം അഥവാ ക്ലോറോഫില്ലിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ഹരിതകത്തിൻ്റെ സാന്നിധ്യത്തിലാണ് എന്ത് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ഓക്കെ, സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് എന്ത്? ഹരിതകം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ആരാണ്? ഹരിതകമാണ്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. ഹരിതകം കൂടുതലുള്ളത് എന്തിലാണ്? ഇലകളിലാണ്, അല്ലേ? പക്ഷെ എല്ലാ ഇലകൾക്കും പച്ച നിറമാണോ ഉള്ളത്? അല്ല. പിന്നെ നമ്മൾ ചുവന്ന ചീര കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ ചുവന്ന ചീരയിൽ ഹരിതകമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടോ ഇവിടെ? ചുവന്ന ചീരയിൽ ഹരിതകമുണ്ടോ? ഉണ്ട്. കാരണം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. ഇലകളിൽ കൂടുതലുള്ളത് കൊണ്ട് പച്ച നിറമുള്ള ഹരിതകമായതുകൊണ്ട് ഇലകൾ പച്ച നിറത്തിൽ കാണപ്പെടുന്നു. പക്ഷേ എല്ലാ സസ്യങ്ങളിലും എന്തടങ്ങിയിട്ടുണ്ട്? ഹരിതകം അടങ്ങിയിട്ടുണ്ട്. അതിൽ ഹരിതകത്തിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സസ്യങ്ങളിലായതുകൊണ്ടാണ് സസ്യങ്ങൾ പച്ച നിറത്തിൽ. ഇനി കുറച്ച് ഹരിതകമേ അടങ്ങിയിട്ടുള്ളൂ. വേറെയും വർണ്ണവസ്തുക്കൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർണ്ണവസ്തുക്കൾ കളേർഡ് ആയിട്ടുള്ളത് ഏതാണോ കൂടുതലുള്ളത് അതിൻ്റെ കളറായിരിക്കും ചെടിക്ക് കിട്ടുന്നത്. പക്ഷേ എല്ലാ സസ്യങ്ങളിലും എന്തുണ്ട്? ചുവന്ന ചീരയിലായിക്കോട്ടെ, ഇനി മഞ്ഞ ആയിക്കോട്ടെ, എന്തിലാണെങ്കിലും സസ്യങ്ങളിൽ എന്തുണ്ട്? എല്ലാ സസ്യങ്ങളിലും ഹരിതകമുണ്ട്. ഹരിതകമുണ്ടെങ്കിലേ പ്രകാശ സംശ്ലേഷണം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന എല്ലാ സസ്യങ്ങളിലും എന്തടങ്ങിയിട്ടുണ്ട്? ഹരിതകം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി
ഇനി നമ്മൾ പറയുന്നത് പല നിറങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞു ചുവന്ന ചീരയ്ക്ക് ചുവപ്പ് നിറമാണ് അല്ലേ, ക്യാരറ്റിന് ഓറഞ്ച് നിറമാണ്, ചില ഫ്രൂട്ട്സിനൊക്കെ മഞ്ഞ നിറമാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള നിറങ്ങൾ തരുന്ന പലതരത്തിലുള്ള വർണ്ണകങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞു ഹരിതകം എന്ന് പറയുന്നത് പച്ച നിറമാണ് നൽകുന്നത്, ഇലകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഹരിതകമല്ലാത്ത വർണ്ണങ്ങളും ഉണ്ട്, അതാണ് നമ്മൾ പഠിക്കുന്നത്. സാന്തോഫിൽ, ആദ്യം പഠിക്കുന്നത് എന്താണ്? സാന്തോഫിൽ എന്ന വർണ്ണകമുള്ള ഇലകൾ മഞ്ഞ നിറത്തിലും, അപ്പം മഞ്ഞ നിറം നൽകുന്നത് എന്താണ്? സാന്തോഫിൽ. സാന്തോഫിൽ എന്ന് പറയുന്ന വർണ്ണകമാണ് മഞ്ഞ നിറത്തിന് കാരണം. അടുത്തത് കരോട്ടിൻ ഉള്ളവ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിൽ. ഞാൻ പറഞ്ഞു ക്യാരറ്റിൻ്റെ നിറം എന്താണ്? ഒരു ഓറഞ്ച് കളറാണ് അല്ലേ, ഓറഞ്ചോ അല്ലെങ്കിൽ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലോ ഉള്ളതാണ് കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ് അതിന് നിറം നൽകുന്നത്. ഇനി ആന്തോസയനിൻ എന്ന് പറയുന്ന വർണ്ണകമുള്ള ഇലകൾ ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. ആന്തോസയനിൻ നൽകുന്ന എന്താണ്? ചുവപ്പ് നിറമാണ്. ഓക്കെ, അപ്പോൾ സാന്തോഫിൽ നൽകുന്നത് മഞ്ഞ നിറം, കരോട്ടിൻ ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ചും മഞ്ഞയും കൂടെ കലർന്ന നിറം, ആന്തോസൈനിൻ നൽകുന്നത് ചുവപ്പ് നിറമാണ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ഇവിടെ നോക്കുക, ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് എന്താണ്? വർണ്ണകങ്ങളാണ്. നമ്മൾ പഠിച്ചല്ലേ, ഹരിതകം പച്ച നിറം നൽകുന്നു, സാന്തോഫിൽ മഞ്ഞ നിറം നൽകുന്നു, കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും കൂടെ കലർന്ന നിറം, ആന്തോസൈനിൻ ചുവന്ന നിറം നൽകുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, ടീച്ചർ വീട്ടിലെ ബെഡ്റൂമിൽ ഞാൻ കുറച്ച് ചെടികൾ വളർത്തിയിട്ടുണ്ട്, ചെടി പുറത്തുവിടുന്ന ഓക്സിജൻ വീടിനകത്ത് നന്നായി കിട്ടുമല്ലേ എന്ന് ഒരു കുട്ടി ചോദിക്കുകയാണല്ലേ. അപ്പോൾ വീട്ടിനുള്ളിൽ ചെടി വളർത്തുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? രാത്രിയിൽ ഓക്സിജൻ കിട്ടുന്നതിന് ഈ സംവിധാനം സഹായകമാവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്? വീട്ടിനുള്ളിൽ ചെടി വളർത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നു സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും അല്ലേ, പ്രകാശ സംശ്ലേഷണത്തിന് സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഓക്സിജനെയാണ് പുറത്തോട്ട് വിടുന്നത്. ആ സമയത്ത്, അതായത് പകൽ സമയത്ത് അപ്പോൾ ഫുള്ളായിട്ട് ഓക്സിജൻ ഉണ്ടാവും, അപ്പോൾ നല്ലതായിരിക്കും നമുക്കല്ലേ. പക്ഷെ രാത്രി സമയത്ത് ശ്വസനമാണ് അല്ലേ, രാത്രി സമയത്ത് ശ്വസനം, പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, ശ്വസനമാണ് നടക്കുന്നത്. ശ്വസന സമയത്ത് സസ്യങ്ങളും എന്ത് തന്നെയാണ് ചെയ്യുന്നത്? മനുഷ്യരെ പോലെ ഓക്സിജൻ തന്നെയാണ് ശ്വസിക്കുന്നത്. അപ്പോൾ സസ്യങ്ങളും ഓക്സിജൻ ശ്വസിച്ച് എന്ത് പുറത്തോട്ട് വിടും? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടും. നമ്മൾ മനുഷ്യരും എന്ത് ചെയ്യും? ഓക്സിജനെ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടും. അപ്പോൾ റൂമിനകത്ത് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലായി പോകും. അപ്പോൾ രാത്രി കാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ, അതായത് ശ്വസനത്തിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ സസ്യങ്ങളും മനുഷ്യരും ഒരുപോലെയാണ് ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ ചെടികളുള്ള റൂമിൽ നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ റൂമിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ദോഷകരമാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ. അടുത്തത് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നോക്കുക, സസ്യങ്ങൾ എപ്പോഴും ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത്? അല്ല. നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജനെ പുറത്തുവിടും, ശ്വസനത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും. പ്രകാശ സംശ്ലേഷണം രാത്രിയിൽ സാധ്യമാകുമോ? ഇല്ല. കാരണം എന്താണ്? പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ എന്ത് വേണം? സൂര്യപ്രകാശം വേണം അല്ലേ, സൂര്യൻ വേണം. സൂര്യൻ ഉണ്ടെങ്കിലേ പ്രകാശ സംശ്ലേഷണം നടക്കത്തുള്ളൂ. അടുത്തത്, രാത്രിയും പകലും സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളിലും നടക്കുന്ന പ്രവർത്തനം എന്താണ്? രാത്രിയും പകലും സസ്യങ്ങളും അല്ലെങ്കിൽ ജന്തുക്കളും മനുഷ്യരിലൊക്കെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? ശ്വസനമാണ് അല്ലേ. ശ്വസനം രാത്രിയും പകലും എല്ലാം സസ്യങ്ങളിലും മനുഷ്യരിലും എല്ലാം ഒരേപോലെയാണ്. ഓക്സിജൻ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നു. ഓക്കെ, നോക്കുക, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് നോക്കുക. ജസ്റ്റ് ഇവിടെ ഓർക്കിഡേറിയം എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കുക, അതായത് ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്ന ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് എന്ത്? ഓർക്കിഡേറിയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് എന്താണ് എപ്പിഫൈറ്റുകൾ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്. മരവാഴയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് എന്ത്? മരവാഴ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തടിച്ച വേരുകൾ ശ്രദ്ധിക്കുക. ആ വേരുകൾ
വേരുകൾക്ക് എന്തുണ്ട്? ചില പ്രത്യേകതകളുണ്ട്. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുവാൻ ഇവയ്ക്ക് കഴിയും. ഓക്കെ, മരവാഴയുടെ വേരുകൾക്ക് അന്തരീക്ഷത്തിൽ നിന്നും എന്ത് ചെയ്യാൻ കഴിയും? ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാൻ സഹായമാകുന്നത്, അല്ലെങ്കിൽ അതിന് കഴിയുന്നത്. വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് ഇവ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ്, അവ അന്തരീക്ഷത്തിൽ നിന്നാണ് ഈർപ്പം എല്ലാം വലിച്ചെടുക്കുന്നത്. ഫുഡും എല്ലാം അവർ സ്വയം ഉണ്ടാക്കും. പക്ഷെ താമസിക്കാൻ വേണ്ടിയിട്ട്, വാസസ്ഥലത്തിന് വേണ്ടി മാത്രമായിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എപ്പിഫൈറ്റിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? മരവാഴ എന്ന് പറയുന്നത്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. അടുത്തത് പരാത സസ്യങ്ങൾ അഥവാ പാരാസിറ്റിക് പ്ലാന്റ്സ് എന്താണെന്നാണ് പറയുന്നത്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത്തിൽ കണ്ണിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മൂടില്ലാത്താളിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിൽ കണ്ണിക്ക് ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ഇവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്തുമാണ് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പോൾ പരാത സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവയാണ് പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ അർദ്ധപരാത സസ്യങ്ങളും ഉണ്ട്, പൂർണ്ണപരാത സസ്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് അർദ്ധപരാത സസ്യങ്ങൾക്ക് എക്സാമ്പിളാണ് ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത്. അതായത് ഇത്തിൽക്കണ്ണി എന്താണ് ചെയ്യുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം സ്വന്തമായിട്ട് നിർമ്മിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ജലവും ലവണവും എവിടെ നിന്നാണ്? മറ്റ് സസ്യങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ അർദ്ധപരാത സസ്യങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ഇനി പൂർണ്ണപരാതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള വള്ളിയാണ് മൂടില്ലാത്താളി. ഈ വള്ളി അത് വസിക്കുന്ന സസ്യത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യും. കാരണം എന്താണ്? അത് സസ്യത്തിൽ നിന്നും ആ സസ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരം എന്താണോ ആ ആഹാരം മൊത്തമായിട്ട് അങ്ങോട്ട് വലിച്ചെടുക്കുന്നു. ഇവ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതിനെയാണ് പൂർണ്ണ പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പരാത സസ്യങ്ങൾക്ക് എക്സാമ്പിളാണ് ഇത്തിൽ കണ്ണിയും മൂടില്ലാത്താളിയും. അപ്പോൾ അതുപോലെ തന്നെ റഫ്ലേഷ്യം എന്താണ്? മൂടില്ലാത്താളിയിലെ പോലെ തന്നെ പൂർണ്ണപരാത സസ്യമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും പറയുന്നത്. അതായത് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ എന്ത് പറയുന്നു? അർദ്ധപരാത സസ്യങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം ഇത്തിൽക്കണ്ണി. ഇത്തിൽക്കണ്ണി എന്തിന് ഉദാഹരണമാണ്? അർദ്ധപരാത സസ്യങ്ങൾക്ക്. കാരണം അവ ജലവും ലവണവും മറ്റ് സസ്യങ്ങളിൽ നിന്നും വലിച്ചെടുത്ത് എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് അർദ്ധപരാതം. ഇനി മൂടില്ലാത്താളി എന്താണ് ചെയ്യുന്നത്? മറ്റ് സസ്യങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്നു. ആഹാരം ഉണ്ടാക്കി വെച്ചതിന് അങ്ങനെ വലിച്ചെടുത്തെന്ന് കഴിയുന്നതാണ്. സ്വന്തമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. അതിനെയാണ് മൂടില്ലാത്താളിയാണ് പൂർണ്ണപരാത സസ്യങ്ങൾക്ക് ഉദാഹരണം. ഇനി അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. എപ്പിഫൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ, എന്താണ്? മരവാഴ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അത് പ്രത്യേകിച്ച് ആ സസ്യങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം അന്തരീക്ഷത്തിൽ നിന്ന് ജലവും ഈർപ്പവും എല്ലാം വലിച്ചെടുത്തിട്ട് അവ സ്വന്തമായിട്ട് ആഹാരവും നിർമ്മിക്കുന്നുണ്ട്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റുള്ളവയെ ആശ്രയിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ദോഷമൊന്നും ചെയ്യുന്നില്ല സസ്യങ്ങൾക്ക്. പക്ഷേ ഈ അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? അവ ജലവും ലവണവും അല്ലെങ്കിൽ എന്താണ് ആഹാരം തന്നെ മുഴുവനായിട്ടും വലിച്ചെടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് സസ്യങ്ങൾക്ക് ദോഷം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി അടുത്തത് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന്, അതായത് ശവോപജീവികളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ശവോപജീവികൾ? ഇവ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്താണ് വളരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കുക. നിയോട്ടിയ മോണോട്രോപ്പ് എന്നീ പറയുന്ന സസ്യങ്ങൾ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്തിട്ടാണ് വളരുന്നത്. ഇത്തരം സസ്യങ്ങളെയാണ് ശവോപജീവികൾ. ഓക്കെ, മറ്റുള്ള സസ്യങ്ങളോ ജന്തുക്കളോ ഒക്കെ ജീർണിച്ച് കിടക്കുമ്പോൾ ആ ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്തുണ്ടാവുന്നതിനെയാണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഈ പറയുന്ന നിയോട്ടിയ, മോണോട്രോപ്പ്, പൂപ്പലുകൾ. നമ്മൾ ബ്രെഡിലൊക്കെ കാണുന്ന പൂപ്പലില്ലേ, അപ്പോൾ അതൊക്കെ എന്താണ്? ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു കഷ്ണം റൊട്ടി നനച്ച് വെക്കുക. അപ്പോൾ അതിലെന്താണ്? ഇങ്ങനെ വരുന്ന പൂപ്പൽ അല്ലേ.
അപ്പോൾ അച്ചാറിലും ഇതിലൊക്കെ ഉണ്ടാകുന്ന പൂപ്പലുകളെല്ലാം എന്താണ്? ശവോപ ജീവികളാണ്. ഈ പൂപ്പലുകൾ എന്ന് പറയുന്ന സസ്യവിഭാഗങ്ങളാണോ? അല്ല. പൂപ്പലുകൾ ഒരിക്കലും എന്തല്ല? സസ്യത്തിൽ വരുന്നതല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് എന്താണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്ലാന്റേ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട് അല്ലേ? ഒരു കിങ്ഡം ഉണ്ട്. അതുപോലെ തന്നെ ഫംഗൈ എന്ന് പറഞ്ഞിട്ട് വേറൊരു കിങ്ഡം ആണ്. പ്ലാന്റേ, ഫംഗൈ, കിങ്ഡം, മൊണേറ, പ്രോട്ടിസ്റ്റ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മൊണേറ, പ്രോട്ടിസ്റ്റ, പ്ലാന്റേ, ഫംഗൈ, അനിമാലിയ എന്നൊക്കെ പറഞ്ഞിട്ട് 5 കിങ്ഡം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്ലാന്റേ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിൻ്റെ മാത്രം കിങ്ഡം ആണ്. ഫംഗൈ എന്ന് പറയുമ്പോൾ ഫംഗസിൻ്റെ മാത്രം കിങ്ഡം ആണ്. അപ്പോൾ ഈ പൂപ്പൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫംഗൈ ആണ്. അതൊരു പ്ലാന്റ് അല്ല, ഒരു സസ്യ വിഭാഗത്തിൽ പെടുന്നതല്ല. ഓക്കെ. അതുപോലെ തന്നെ കുട പോലെ മുളച്ചു പൊന്തുന്ന കൂണുകൾ, ഇതെല്ലാം എന്താണ്? പൂപ്പൽ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഓക്കെ. അപ്പോൾ ഈ പൂപ്പൽ വിഭാഗത്തിൽ പെടുന്നത് ഇതെല്ലാം എന്താണ്? ശവോപജീവികളാണ്. കൂണ്, പൂപ്പല്, നിയോട്ടിയ, മോണോട്രോപ്പ് ഇതെല്ലാം എന്താണ്? ശവോപജീവികളാണ്. ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്നവയാണ് ശവോപജീവികൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ആഹാരത്തിനും വാസസ്ഥലത്തിനൊക്കെ വേണ്ടിയിട്ട് മറ്റുള്ള ജീവികളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവികളുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചത് അല്ലേ? എപ്പിഫൈറ്റുകൾ എന്താണെന്ന് പറഞ്ഞു. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റുള്ളവയെ ആശ്രയിക്കുന്നതാണ്. എക്സാമ്പിൾ മരവാഴ എന്ന് പറഞ്ഞു. പരാത സസ്യങ്ങളിൽ നമ്മൾ അർദ്ധപരാതവും പൂർണ്ണപരാതവും പറഞ്ഞു. അർദ്ധപരാതം എന്തായിരുന്നു? ജലവും ലവണവും മാത്രം മറ്റു സസ്യങ്ങളിൽ നിന്നും വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ആഹാരം നിർണ്ണയിക്കുന്നതാണ് അർദ്ധപരാതം. ഇത്തിൽക്കണ്ണിയാണ് എക്സാമ്പിൾ. പൂർണ്ണപരാതം എന്ന് പറയുന്നത് മറ്റുള്ള സസ്യങ്ങൾ ഉണ്ടാക്കി വെച്ച ആഹാരം അതേപോലെ തന്നെ വലിച്ചെടുക്കുന്നു. അതിന് എക്സാമ്പിളാണ്, പൂർണ്ണപരാതത്തിന് എക്സാമ്പിൾ ആരാണ്? മൂടില്ലാത്ത ആളി, റഫ്ലേഷ്യ. ഇനി അടുത്തത് എന്താണ് നമ്മൾ പറഞ്ഞത്? ശവോപജീവികൾ അല്ലെ? ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്നതാണ് ശവോപജീവികൾ. എക്സാമ്പിളാണ് പൂപ്പല്, നിയോട്ടിയ, മോണോട്രോപ്പ, അതുപോലെ തന്നെ കൂണ്. ഇതെല്ലാം ശവോപജീവികൾക്ക് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് നോക്കുക, വിവിധ തരം പച്ചക്കറികളിൽ വരുന്ന എന്താണ് അവയുടെ, അതായത് അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത് കേട്ടോ. വിവിധ തരം പച്ചക്കറികൾ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പ്രധാനങ്ങൾ എന്ന് പറഞ്ഞൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ പ്രധാനങ്ങൾ? ഇത് ഇവിടെ ഈ കുമ്പളവള്ളിയാണ് കൊടുത്തിട്ടുള്ളത്. അതിലിങ്ങനെ സ്പ്രിങ് ഷേപ്പിൽ ഇങ്ങനെ കാണുന്നത് കണ്ടോ? മറ്റ് ചെടികളുടെ മേലെ ഒക്കെ പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കാനുള്ള ഈ എന്താണ് കമ്പി പോലെ സ്പ്രിങ് പോലെ കാണുന്നുണ്ടല്ലോ, അതിനെയാണ് പ്രധാനങ്ങൾ എന്ന് പറയുക. ടെൻഡ്രിൽസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ടെൻഡ്രിൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഈ സ്പ്രിങ് പോലെ കാണപ്പെടുന്നതിന് എന്താന്ന് പറയുന്നത്? ടെൻഡ്രിൽസ് എന്നാണ് പറയുന്നത്. മറ്റുള്ള സസ്യങ്ങളിൽ പിടിച്ചു കയറാനുള്ള ഒരു സൗകര്യമാണ് ഈ സ്പ്രിങ് പോലെ കാണുന്നത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടെൻഡ്രിൽസ് അഥവാ പ്രധാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പ്രധാനങ്ങളുള്ള മറ്റ് സസ്യങ്ങളാണ് കുരുമുളക്, പടവലം, പാവൽ, മേന്തോന്നി അഥവാ ഗ്ലോറിയോസ എന്ന് പറയുന്നത്. ഗ്ലോറിയോസ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ചെകുത്താൻ പൂവ് എന്നൊക്കെ പറയാറുണ്ട് ചിലയിടങ്ങളിൽ. അപ്പോൾ ഇതിൽ ഈ റെഡ് കളറിൽ കാണുന്നില്ലേ, അതിൻ്റെ ചുറ്റും ഇങ്ങനെ നീളത്തിലൊരു സാധനം ഉണ്ടാവും. അത് എന്താണ് കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ നഖമൊക്കെ ആയിട്ട് യക്ഷിയുടെ നഖമാണെന്നൊക്കെ പറഞ്ഞ് വെച്ച് കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് മേന്തോന്നി അഥവാ ഗ്ലോറിയോസ എന്ന് പറയുന്ന വളരെ വിഷാംശമുള്ള ഒരു ചെടിയാണ്. ബാക്കിയൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ? കുരുമുളക്, പടവലം, പാവലൊക്കെ നമുക്ക് അറിയുന്നതാണ്. മേന്തോന്നി എന്ന് പറയുന്നത് വളരെയധികം വിഷാംശമുള്ള ചെകുത്താൻ പൂവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്ലോറിയോസയാണ്. നമ്മൾ നഖമൊക്കെ വെച്ച് കളിക്കാൻ വേണ്ടി കൊച്ചു പിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ. അപ്പോൾ അതെല്ലാം എന്താണ്? ഈ പ്രധാനങ്ങളുള്ള ചെടികൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് പ്രധാനങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. മറ്റുള്ള സസ്യങ്ങളിൽ പിടിച്ചു കയറാൻ വേണ്ടി സഹായിക്കുന്ന ആ സ്പ്രിങ് പോലെ കണ്ടില്ലേ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രധാനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ആരോഹികൾ. ആരോഹികൾ എന്ന് പറയുമ്പോൾ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെയാണ് ആരോഹികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആരോഹികൾക്ക് എക്സാമ്പിളാണ് കുരുമുളക്, പടവലം, പാവൽ, മേന്തോന്നി എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പോൾ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ആരോഹികൾ എന്ന് പറയുന്നത്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായിട്ട് ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രധാനങ്ങൾ അഥവാ ടെൻഡ്രിൽസ് എന്ന് പറഞ്ഞത്. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചിട്ടാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത്. പറ്റുവേരുകൾ ഉപയോഗിച്ച് പിടിച്ചു കയറുന്നവരുമുണ്ട്. അപ്പോൾ കുരുമുളക്, പാവൽ, പടവലം ഇതെല്ലാം എന്താണ്? ആരോഹികളാണ്. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. അപ്പം നമ്മൾ ആരോഹികൾ എന്താന്ന് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് നോക്കാം. മധുരക്കിഴങ്ങ്, സ്ട്രോബെറി, കൊടങ്ങൾ. മധുരക്കിഴങ്ങ്, സ്ട്രോബെറി, കൊടങ്ങൾ ഇതെല്ലാം എന്താണ്? ഇഴവള്ളികളാണ്, ക്രീപ്പേഴ്സാണ്. എന്താണ് ഇവയുടെ പ്രത്യേകത? നിലത്ത് പടർന്ന് വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ അഥവാ ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. മധുരക്കിഴങ്ങ്, കൊടങ്ങൾ, സ്ട്രോബെറി എന്നിവ ഇഴവള്ളികളാണ്. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല. അപ്പോൾ ആരോഹികൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള സസ്യങ്ങളിൽ പിടിച്ചു വളരാനായിട്ടുള്ള പ്രധാനങ്ങളുള്ള ടെൻഡ്രിൽസ് ഉള്ളതിനെയാണ്
എന്താണ് ആരോഹികൾ എന്ന് പറയുന്നത്, ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇഴവള്ളികൾ അഥവാ ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ്. എക്സാമ്പിളാണ് കൊടങ്ങൾ, സ്ട്രോബെറി, മധുരക്കിഴങ്ങ് തുടങ്ങിയവ. ഇനി അടുത്തത് വേരിലെ വൈവിധ്യം. ഓക്കെ, വേരിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമുക്ക് പേരാൽ, ആറ്റുകൈത എന്നൊക്കെ പറഞ്ഞ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, വിവിധ തരം വേരുകളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള വേരുകളാണ് പറയുന്നത്. താങ്ങ് വേരുകളും പൊയ്ക്കാൽ വേരുകളും, പ്രോപ്പ് റൂട്ട്സ് ആൻഡ് സ്റ്റിൽട്ട് റൂട്ട്സ്. ഓക്കെ, താങ്ങ് വേരുകളും പൊയ്ക്കാൽ വേരുകളും, പ്രോപ്പ് റൂട്ട്സ് ആൻഡ് സ്റ്റിൽട്ട് റൂട്ട്സ് എന്താണെന്ന് നോക്കാം. ജലവും ലവണങ്ങളും വലിച്ചെടുക്കുവാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും എന്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്, വേരുകൾ പ്രയോജനപ്പെടുന്നുണ്ട്. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങ് വേരുകളും പൊയ്ക്കാൽ വേരുകളും. ഓക്കെ, അപ്പോൾ ജലവും ലവണവും വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെടികളുടെ ഉള്ളിൽ അല്ലെ, മണ്ണിനടിയിൽ കാണപ്പെടുന്നത് മാത്രമല്ല വേരുകൾ, മണ്ണിന് മുകളിൽ മറ്റുള്ള എന്താണ് ഈ ചെടികളെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേരുകളുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, താങ്ങ് വേരുകൾ അല്ലെങ്കിൽ പൊയ്ക്കാൽ വേരുകൾ എന്നൊക്കെ പറയുന്നത്, പ്രോപ്പ് റൂട്ട്സ് അല്ലെങ്കിൽ സ്റ്റിൽട്ട് റൂട്ട്സ് എന്നൊക്കെ പറയുന്നത്. പേരാലിൽ കാണപ്പെടുന്ന എന്താണ്, താങ്ങ് വേരുകളാണ്. ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ് അല്ലെ, മുകളിൽ നിന്നും താഴോട്ട് വളർന്നിട്ട് ഇങ്ങനെ കൈകുത്തി നിൽക്കുന്നത് പോലെയാണ് പേരാലിൽ എന്തുണ്ടാവുക, ഈ വേരുകൾ ഉണ്ടാവുക, മുകളിൽ നിന്ന് താഴോട്ട് വന്ന് കൈ ഊന്നി നിൽക്കുന്നത് പോലെ. അതാണ് താങ്ങ് വേരുകൾ പേരാലിലുള്ളത്. എന്നാൽ കൈതയിലെ വേരുകൾ നോക്കുക, കൈതയിൽ എന്താണ്, തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വളരുന്നത്, മറ്റേത് മുകളിൽ നിന്നാണ് അല്ലെ, മുകളിലെ ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് വളരുന്നു പേരാലിൽ, അതാണ് താങ്ങ് വേരുകൾ. കൈതയിൽ എന്താണ്, തണ്ടിൽ നിന്ന് വേരുകൾ താഴേക്ക് വളരുന്നു. ഇത്തരം വേരുകളെയാണ് പൊയ്ക്കാൽ. ഓക്കെ, പൊയ്ക്കാൽ അതായത് ഒരു കള്ളക്കാല് പോലെ ഇടയ്ക്ക് വെച്ച് തണ്ടിൽ നിന്ന് ഉണ്ടാവുന്നതിനെയാണ്, കൈതയിൽ ഉണ്ടാവുന്നതിനെയാണ് പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വേരുകളുണ്ട്. ഇനി അടുത്തത് കണ്ടൽ ചെടി, മാംഗ്രൂവ്സ് നോക്കുക. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ, ചതുപ്പ് നിലകളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഇവയുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. ഓക്കെ, അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നത് ഇവിടെ കാണുന്നുണ്ടോ, വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി 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 കിടക്കുന്നത്, അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നതാണ് വേരുകൾ. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾക്ക് ശ്വസന വേരുകൾ എന്ന് പറയുന്നു. ന്യൂമാറ്റോഫോഴ്സ് അല്ലെങ്കിൽ ശ്വസന വേരുകൾ എന്നാണ് പറയുന്നത്. കണ്ടൽ ചെടികളിലുള്ള വേരുകൾ എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നുണ്ട്. വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇവ എന്ത് പറയുന്നു, ശ്വസന വേരുകൾ അഥവാ ന്യൂമാറ്റോഫോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആഹാരം സംഭരിക്കാൻ. അപ്പോൾ പലതരത്തിലുള്ള സസ്യങ്ങളും ആഹാരം സംഭരിക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം മരച്ചീനി നമ്മൾ കണ്ടിട്ടുണ്ട്. മരച്ചീനി എവിടെയാണ് ആഹാരം സംഭരിച്ചു വെക്കുന്നത്, വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. ഓക്കെ, സ്റ്റോറേജ് റൂട്ട്സ് അല്ലെങ്കിൽ സംഭരണ വേരുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആഹാരം സംഭരിച്ചു വെക്കുന്ന എവിടെയായിരിക്കും, വേരുകളിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് സംഭരണ വേരുകൾ എന്ന് പറയുന്നത്. ഇനി എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളാണോ, അല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. ഓക്കെ, രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണപ്പെടുന്ന ഇത്തരം കാണ്ഡങ്ങളെയാണ് ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത്. കാണ്ഡങ്ങൾ രൂപാന്തരം പ്രാപിച്ച് മണ്ണിനടിയിലായിപ്പോയതിൻ്റെ ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്. ഇത്തരം കാണ്ഡങ്ങൾ ഭൂകാണ്ഡങ്ങൾ അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ആണ്. അപ്പോൾ സ്റ്റോറേജ് റൂട്ട്സും ഉണ്ട്, അണ്ടർഗ്രൗണ്ട് സ്റ്റെംസും ഉണ്ട്, സംഭരണ വേരുകളും ഉണ്ട്, ഭൂകാണ്ഡങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ 2 കോളം ആയിട്ട് തന്നിട്ടുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്നവയെ സംഭരണ വേരുകൾ, ഭൂകാണ്ഡങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചെഴുതുക എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സംഭരണ വേരുകൾ? സംഭരണ വേരുകൾക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ക്യാരറ്റ്. ഓക്കെ, ക്യാരറ്റ് എന്ന് പറയുന്നത് സംഭരണ വേരാണ്. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട്. ഓക്കെ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അതുപോലെ മരച്ചീനി അല്ലെങ്കിൽ കപ്പ എന്ന് പറയും. ഓക്കെ, മരച്ചീനി അല്ലെങ്കിൽ കപ്പ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മരച്ചീനി അല്ലെങ്കിൽ കപ്പ. പിന്നെയോ മധുരക്കിഴങ്ങ്. ഓക്കെ, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മരച്ചീനി, മധുരക്കിഴങ്ങ്, ഇതെല്ലാം ഇതെല്ലാം സംഭരണ വേരുകളിൽ വരുന്നതാണ്. ഇനി ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ് ഇഞ്ചി, അതുപോലെ മഞ്ഞൾ, ഓക്കെ, ചേന, ചേമ്പ്, കൂർക്ക, കുവ. ഓക്കെ, കൂർക്ക, കുവ,
അതുപോലെ ഉള്ളി, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം എന്താണ്? ഭൂഖണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കോളം ഫില്ല് ചെയ്യുക കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. സംഭരണ വേരുകളിൽ വരുന്നത് ഏതൊക്കെയാണ്? ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മരച്ചീനി, മധുരക്കിഴങ്ങ്. ഭൂഖണ്ഡങ്ങളിൽ വരുന്ന ഏതൊക്കെയാണ്? ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, കൂർക്ക, കുവ, അതുപോലെ തന്നെ ഉള്ളി, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം വരുന്നത് ഭൂഖണ്ഡങ്ങളിലാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കുക, ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നോക്കുക. ഇവിടെ നിങ്ങളുടെ പ്രദേശത്തെ സസ്യവൈവിധ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലെ ജൈവ വൈവിധ്യ രജിസ്റ്റർ, ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പരിശോധിച്ച് സസ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്. ഒന്നിച്ച് നിലനിൽക്കാം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവാസ വ്യവസ്ഥ എന്താണെന്നാണ് പറയുന്നത്. എന്താണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ എന്ത് പറയുന്നു? ആവാസം എന്ന് പറയുന്നു. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. അപ്പം ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ജീവീയ ഘടകങ്ങളും ഉണ്ട്, അജീവീയ ഘടകങ്ങളും ഉണ്ട്. ഇത് രണ്ടും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായിട്ടുള്ള സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് എക്സാമ്പിളാണ് ഒരു കുളം എടുത്തു കഴിഞ്ഞാൽ അതൊരു ആവാസ വ്യവസ്ഥയാണ് അല്ലേ. അപ്പോൾ ആവാസ വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇവിടെ നമുക്ക് നോക്കുക, അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഭക്ഷ്യശൃംഖല എന്താണ് എന്നുള്ളതാണ്. ഫുഡ് ചെയിൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നോക്കുക. ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? പുല്ലാണ്. പുല്ലിനെ തിന്ന് ജീവിക്കുന്ന പുൽച്ചാടി, പുൽച്ചാടിയെ തിന്നുന്ന തവള, തവളയെ തിന്നുന്ന പാമ്പ് അല്ലേ. ഇപ്പോൾ ഒരു ആഹാര ബന്ധമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഫുഡ് ചെയിൻ ആണ്, ഒരു ഭക്ഷ്യശൃംഖലയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ കുറേ മൃഗങ്ങളുടെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഇവിടെ ഒരു ഭക്ഷ്യശൃംഖല ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാര ബന്ധങ്ങൾ ഇപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാം. പുല്ലിനെ മാന് തിന്നുന്നു, മാനിനെ സിംഹം തിന്നുന്നു. പുല്ല്, മാന്, സിംഹം. ഇനി ഇവിടെ നോക്കുക, ഇവിടെ പുൽച്ചാടി എന്ന് കൊടുത്തിട്ടുണ്ട്. പുൽച്ചാടി എന്താണ് തിന്നുക? പുല്ല് തിന്നും അല്ലേ. പുൽച്ചാടി എന്ത് തിന്നും? തവള തിന്നും. ദെൻ തവളയെ പാമ്പ്, അത് ഫില്ലായി. ദെൻ അടുത്തത് പുഴു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? പുല്ല് എന്ന് പറഞ്ഞു കൊടുത്തു. പുല്ലിനെ പുഴു തിന്നുന്നു, പുഴുവിനെ കോഴി തിന്നുന്നു. കോഴി എന്ത് തിന്നും? കുറുക്കൻ തിന്നും അല്ലേ. കോഴി ആര് തിന്നും? കുറുക്കൻ തിന്നും. ദെൻ അടുത്തത് നമ്മൾ തന്നെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ചിട്ട്, ഈ ചിത്രം വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാമല്ലോ. പുല്ലിനെ ആര് തിന്നും? പുൽച്ചാടി തിന്നും. പുൽച്ചാടിയെ ആര് തിന്നും? പുൽച്ചാടിയെ തവള തിന്നും. ദെൻ തവളയെ ആര് തിന്നും? തവളയെ പാമ്പ് തിന്നാം അല്ലേ. അല്ലെങ്കിൽ കുറുക്കൻ തിന്നാം, അല്ലെങ്കിൽ സിംഹം തിന്നാം, ആര് വേണമെങ്കിലും തിന്നാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് എന്താണ് നമ്മൾ പറയുന്നത്? ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഭക്ഷ്യശൃംഖല എന്നാണ് പറയുന്നത്. ആഹാര ബന്ധങ്ങളെ പറയുന്നതാണ് ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തിയ ഭക്ഷ്യശൃംഖലകളുടെ ആദ്യത്തെ കണ്ണികൾ ആരാണ്? നമ്മളെല്ലാത്തിലും പുല്ല് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ കണ്ണികൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സസ്യങ്ങളായിരിക്കും. ഓക്കെ, ആദ്യത്തെ കണ്ണികൾ എപ്പോഴും എന്തായിരിക്കും? ഉൽപാദകർ എന്നാണ് പറയുന്നത്. ആദ്യത്തെ കണ്ണികളെ സസ്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഭക്ഷ്യശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും. അവസാന കണ്ണിയായിരിക്കും എപ്പോഴും എന്തായിരിക്കും? മാംസഭോജികളായിരിക്കും. നമ്മൾ അവസാനം എഴുതിയതൊക്കെ നോക്കൂ, കുറുക്കൻ, പാമ്പ് അല്ലെങ്കിൽ സിംഹം, ഇതെല്ലാം എന്താണ്? മാംസഭോജികളാണ്. അപ്പോൾ ആദ്യത്തെ കണ്ണികൾ ഒരു ഭക്ഷ്യശൃംഖല എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ കണ്ണി എപ്പോഴും ഹരിതസസ്യമായിരിക്കും. അവസാന കണ്ണിയായിട്ട് വരുന്നത് എപ്പോഴും ആരായിരിക്കും? മാംസഭോജികളായിരിക്കും. ഇടയ്ക്കുള്ളവ സസ്യഭോജികളോ മിശ്രഭോജികളോ ആവാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഒരു ഭക്ഷ്യശൃംഖല എടുത്താൽ ആദ്യത്തെ കണ്ണി ആരായിരിക്കും, അവസാനത്തെ കണ്ണി ആരായിരിക്കും എന്നുള്ളത്. ഇനി ഇവിടെ ആഹാര ബന്ധങ്ങൾ എത്രയാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നോക്കുക. പുല്ലിനെ മുയൽ തിന്നാം അല്ലെങ്കിൽ ആട് തിന്നാം അല്ലേ. മുയൽ തിന്നാം, ആട് തിന്നാം. ആ മുയലിനെ സിംഹം തിന്നാം, പുലി തിന്നാം, മനുഷ്യൻ തിന്നാം അല്ലേ. ആടിനെയും അതുപോലെ തന്നെ സിംഹം തിന്നാം, പുലി തിന്നാം, മനുഷ്യൻ തിന്നാം. ദെൻ മാന്. അപ്പോൾ ഇങ്ങനെ വരാം, മുയൽ, സിംഹം അങ്ങനെ വരാം. ഇല്ലെങ്കിൽ ആട്, പുലി എന്ന് വരാം. അല്ലെങ്കിൽ ആട്, മനുഷ്യൻ എന്ന് വരാം. ഈ മാനിനെ ആര് തിന്നാം? ഇവിടെ നോക്കാം, മുയൽ,
മുയൽ, അതിനെ മാൻ, ഇവിടെ നോക്കുക ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു ഭക്ഷ്യ ശൃംഖല, ഏതൊക്കെ തരത്തിലുള്ള ആഹാര ബന്ധങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, പുല്ല്, പുല്ലിനെ പുഴു, പുഴുവിനെ കോഴി, കോഴിയെ പാമ്പ് അല്ലേ, പാമ്പിനെ പരുന്ത്. അടുത്തത് പുല്ല്, പുഴു, തവള, തവളയെ പാമ്പ്, ദെൻ പരുന്ത്. ഇങ്ങനെ പോയി പുല്ല്, പുൽച്ചാടി, പുൽച്ചാടിയെ ഓന്ത് അല്ലേ, ഓന്തിനെ പാമ്പ്. ആ രീതിയിൽ പലതരത്തിലുള്ള ആഹാര ബന്ധങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പുൽച്ചാടിയെ തവള മാത്രമാണോ ആഹാരമാക്കുന്നത്? അല്ല, പുൽച്ചാടിയെ ഇവിടെ ആരൊക്കെ ആഹാരമാക്കുന്നുണ്ട്? കോഴി, തവള, ഓന്ത്. അപ്പോൾ ഒരേ ആളെ തന്നെ അല്ലേ പല ജീവികൾ ആഹാരമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിംഹം ഒരേ ഒരു ജീവിയെ മാത്രമാണ് ആഹാരമാക്കുന്നത്? അല്ല, മാനിനെ തിന്നുന്നുണ്ട്, പാമ്പിനെ തിന്നുന്നുണ്ട് അല്ലേ, കുറുക്കനെ തിന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പലതരം ജീവികളെ സിംഹം ഭക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വിവിധ ഭക്ഷ്യശൃംഖലകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഭക്ഷ്യശൃംഖലകൾ എല്ലാം കൂടെ ഉണ്ടാവുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭക്ഷ്യശൃംഖല ജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പഠിച്ചത് ഒരു ഭക്ഷ്യശൃംഖലയാണ്. പുല്ല്, മാന്, സിംഹം, അതവിടെ അവസാനിച്ചു അല്ലേ. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, അത് ഭക്ഷ്യശൃംഖലയാണ്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പുല്ല്, പുല്ലിനെ തന്നെ മുയൽ തിന്നുന്നു, ആടും തിന്നുന്നു. ആ മുയലിനെ തന്നെ സിംഹം തിന്നുന്നു, പുലി തിന്നുന്നു, മനുഷ്യൻ തിന്നുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചങ്ങല പോലെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാവുന്നതിനെയാണ് ഭക്ഷ്യശൃംഖല ജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത്. പ്രകൃതിയിലുള്ളത് എന്താണ്? ഭക്ഷ്യശൃംഖല ജാലമാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും എന്താണ്? ഹരിത സസ്യങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ നോക്കുക, ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു, അതിനാൽ അവർ ഉൽപാദകർ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് വരുന്ന ആളെ അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളെ പറയുന്ന പേരാണ് ഉൽപാദകർ. ആഹാരത്തിനായിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഉപഭോക്താക്കൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എഴുതുന്ന ഓരോ ഭക്ഷ്യശൃംഖലയുടെയും ആദ്യത്തെ കണ്ണി ആരാണ്? ഉൽപാദകരാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? കൺസ്യൂമേഴ്സ് ആണ് അല്ലേ. സസ്യങ്ങൾ മാത്രമാണ് സ്വന്തമായിട്ട് എന്തുണ്ടാക്കുന്നത്? ആഹാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവരെന്താണ്? സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അവരെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നു, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നു, ഉൽപാദകർ എന്ന് പറയുന്നു. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു? അവർ മറ്റുള്ളവരെ ആശ്രയിച്ച് അവരുണ്ടാക്കുന്ന ഫുഡ് കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവരെന്താണ്? ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സിംഹവും പുലിയും ഒക്കെ ആഹാരത്തിന് സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം സസ്യം കഴിക്കുന്നു, സസ്യം ഉണ്ടാക്കുന്ന ഫുഡ്, ദെൻ ആ സസ്യത്തെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു, ആ തവളയാണ് സിംഹം അല്ലെങ്കിൽ പുലിയൊക്കെ തിന്നുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ജീവികൾ എന്താണ്? ആഹാരമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സിംഹവും പുലിയൊക്കെ എന്താണ്? കൺസ്യൂമേഴ്സ് ആണ്. എല്ലാ ജീവികളും പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരത്തിന് ഹരിത സസ്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ആശ്രയിക്കുന്നുണ്ട്. സിംഹം തിന്നുന്നത് കുറുക്കനെയാണ് എന്ന് കരുതി കുറുക്കനെ മാത്രമേ ആശ്രയിച്ചിട്ടുള്ളൂ എന്നില്ല. ആ കുറുക്കൻ തിന്നുന്നത് എന്തിനെയാണ്? പാമ്പിനെ ആണെങ്കിൽ ആ പാമ്പ് അല്ലേ പാമ്പിനെ തിന്നുന്നു. ആ പാമ്പ് എന്തിന് തിന്നുന്നു? തവളയാണ് തിന്നുന്നത്. ആ തവളയ്ക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പുൽച്ചാടി വേണം. ആ പുൽച്ചാടിക്ക് തിന്നണമെങ്കിൽ എന്ത് വേണം? പുല്ല് വേണം. അപ്പോൾ പുല്ലുണ്ടെങ്കിലേ ഈ സിംഹത്തിൻ്റെ വിതയ്ക്കും ആ ഭക്ഷ്യശൃംഖല അങ്ങനെ തുടർന്ന് പോകത്തുള്ളൂ. അപ്പോൾ എല്ലാ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എല്ലാ ജീവികളും എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരത്തിന് വേണ്ടിയിട്ട് ഹരിത സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഘാടകർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ്. ഇവയാണ് വിഘാടകർ എന്ന് പറയുന്നത്. ജൈവാവശിഷ്ടങ്ങളെ ഇപ്പോൾ നമ്മൾ എന്താണ്? മരത്തിൽ നിന്നും ഇലകൾ പൊഴിഞ്ഞ് താഴേക്ക് വീഴുന്നു, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ പഴുത്ത് താഴേക്ക് വീഴുന്നു അല്ലേ. അത് പിന്നീട് ജീർണിച്ച് മണ്ണിനോട് ലയിച്ച് ചേരുന്നുണ്ട്. അതെങ്ങനെയാണ് വിഘടിക്കുന്നത്? ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ് ഇതിനെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത്. ഇവയെ എന്ത് നമ്മൾ പറയുന്നു? ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകർ എന്നാണ് പറയുന്നത്. ഈ ബാക്ടീരിയനെയും ഫംഗസിനെയും ഒക്കെ. വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാകുന്നു അല്ലെ. സസ്യങ്ങളിൽ നിന്നും വീഴുന്ന ഇലയായാലും പൂവായാലും പഴമായാലും അത് വിഘടിച്ച് മണ്ണിലോട് ചേരുന്ന സമയത്ത് അവിടെ വിഘടിച്ചുണ്ടാവുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിഘാടകർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇവിടെ വിഘാടകരും ഉൽപാദകരും ഉപഭോക്താക്കളും തമ്മിലുള്ള റിലേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം വരുന്ന ആൾ ആരാണ്? ഉൽപാദകരാണ് അല്ലേ. പുല്ല് അല്ലെങ്കിൽ ഹരിത സസ്യങ്ങൾ എന്ന് പറയുന്നതാണ് ഉൽപാദകർ, പ്രൊഡ്യൂസേഴ്സാണ്. അവരാണ് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഉൽപാദകർ എന്ത് ചെയ്തു? ആഹാരം നിർമ്മിച്ചല്ലേ.
ആ ആഹാരം ആര്? കൺസ്യൂമേഴ്സ്. അപ്പോൾ പുൽച്ചാടി ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ പുല്ലുണ്ടെന്ന് വിചാരിക്കുക. പുല്ലെന്ന് പറയുന്ന ഉൽപ്പാദകൻ, അത് എന്താണ്? പുല്ല് ആര് കഴിക്കുന്നു? കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള പുൽച്ചാടി കഴിക്കുന്നു. ഓക്കെ, പുൽച്ചാടി കഴിക്കുന്നു. ഈ പുൽച്ചാടി ചത്തുപോയി കഴിഞ്ഞാൽ അതിൻ്റെ മൃതാവശിഷ്ടം അല്ലേ, വിഘാടകരാണ് അത് വിഘടിപ്പിച്ച് അല്ലേ, വിഘാടകർ വിഘടിപ്പിച്ച് അതിൽ നിന്നുണ്ടാകുന്ന പോഷകഘടകങ്ങൾ വീണ്ടും അവിടെ ആഗിരണം ചെയ്ത് ഉൽപ്പാദകരിലോട്ട് തന്നെയാണ് എത്തുന്നത് അല്ലേ. അപ്പോൾ ഇവർ തമ്മിലൊരു പരസ്പര കണക്ഷൻ ഉണ്ട്. ഉൽപ്പാദകരും ഉപഭോക്താക്കളും വിഘാടകരും ഒക്കെ തമ്മിൽ എന്താണ്? ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ നമ്മൾ പറഞ്ഞ സമയത്ത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ 6ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഒന്നിച്ച് നിലനിൽക്കാം എന്നുള്ളത്. അടുത്ത ചാപ്റ്റർ 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഇതാണ് 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ, അന്നപഥത്തിലൂടെ. അപ്പോൾ ഇതിലെ ഒരു പകുതി ഭാഗമാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. അതായത് വനങ്ങളും വനവിഭവങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഭാഗത്ത് വരുന്നത് പകുതി ഭാഗമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ വരുന്നതാണ്. അത് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് ആ ഭാഗം എടുക്കണ്ട. ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പാത്തുമ്മയുടെ ആട്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിൽ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. ഏത്തപ്പഴത്തിൻ്റെ മണം പിടിച്ച പാത്തുമ്മയുടെ ആട് മുമ്പിൽ ഹാജരായി. പഴം ഞാൻ തൊലി ഉരിച്ച് തിന്നു. എന്തോ തിന്നുന്നത് കണ്ട് ഉമ്മായുടെ അഭയാർത്ഥികളായ പൂച്ചകൾ വന്നു. ഉമ്മായുടെ മേൽനോട്ടത്തിൽ വിഹരിക്കുന്ന കോഴികളും വന്നു. ഞാൻ പഴത്തൊലി പാത്തുമ്മയുടെ ആടിന് കൊടുത്തു. ആട് പിന്നെയും പ്രതീക്ഷിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ പഴത്തൊലി പൂച്ചയ്ക്കും കോഴിക്കൊന്നും കൊടുക്കാതെ ആടിന് കൊടുക്കാൻ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? ആടാണ് അത് തിന്നത്തുള്ളൂ അല്ലേ. ആടാണ് പുല്ല്, അതുപോലെ തന്നെ ഈ പഴത്തൊലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പഠിച്ച ഭക്ഷ്യശൃംഖലയുടെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ജസ്റ്റ് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് വരാം. പോഷണം അഥവാ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ജീവികൾക്കും എന്താവശ്യമാണ്? ആഹാരം ആവശ്യമാണ്. ഈ ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും എന്താണ്? വ്യത്യസ്തമാണ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണം എന്ന് പറയുന്നത്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെ എന്തെന്ന് പറയുന്നു? പോഷണം എന്ന് പറയുന്നു. ഇത് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണിത്? നോക്കുക, ജലവും ലവണവും, ഹരിതകം, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഇവിടെ സൂര്യൻ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ നേരത്തെ പഠിച്ചു പ്രകാശ സംശ്ലേഷണം അല്ലേ, അതിൻ്റെ പിക്ചറല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് പ്രകാശ സംശ്ലേഷണം? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ, എന്നോടൊപ്പം തന്നെ പറയുക. പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് എന്തെല്ലാം ഘടകങ്ങൾ വേണം? നമ്മൾ പറഞ്ഞു ജലം വേണം അല്ലേ, ലവണം വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, കൂടാതെ എന്ത് വേണം? ഹരിതകം വേണം, സൂര്യപ്രകാശം വേണം. ഓക്കെ, ജലം, ലവണം, കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതകം, സൂര്യപ്രകാശം, ഇത്രയും ഘടകങ്ങൾ ഉണ്ടെങ്കിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കത്തുള്ളൂ. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? നമ്മൾ പഠിച്ചു, കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്നത്. പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഹരിത സസ്യങ്ങൾ ആഹാരത്തിന് മറ്റു ജീവികളെ ആശ്രയിക്കുന്നില്ല. ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നതാണ്. അപ്പോൾ ഇവ എന്ത് പറയുന്നു? സ്വപോഷികൾ. ഇത് നമ്മൾ പഠിച്ചു അല്ലേ, ആഹാരം സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങളെ പറയുന്നതാണ് ഓട്ടോട്രോഫ്സ് അഥവാ സ്വപോഷികൾ എന്ന് പറയുന്നു. എന്നാൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുന്നു. ഫോർ എക്സാമ്പിൾ എന്താ? നമ്മൾ മനുഷ്യർ അല്ലേ, നമ്മൾ മനുഷ്യരെപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച്, മൃഗങ്ങളെ ആശ്രയിച്ച് അല്ലെങ്കിൽ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിനെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയുന്നു? പരപോഷികൾ അഥവാ ഹെട്രോട്രോഫ്സ് എന്ന് പറയുന്നു. ഓക്കെ, മറ്റു മൃഗങ്ങളായാലും നമ്മൾ മനുഷ്യന്മാരായാലും എല്ലാവരും എന്താണ്? ഹെട്രോട്രോഫ്സ് ആണ്. സസ്യങ്ങൾ എന്ന് പറയുന്നത് സ്വപോഷികളാണ്. അവർ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, ആഹാരത്തിന് വേണ്ടി നമ്മൾ പരാത സസ്യങ്ങൾ എന്താണെന്ന് പഠിച്ചു, ശവോപജീവികൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് നോക്കുക, മോണോട്രോപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. മോണോട്രോപ്പ് നമ്മൾ എക്സാമ്പിൾ പഠിച്ചു. എന്താണ്? ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നവയാണ് മോണോട്രോപ്പ്. മോണോട്രോപ്പ് എന്താണ്? ഒരു ശവോപജീവിയാണ് എന്ന് നമ്മൾ പഠിച്ചല്ലേ. അടുത്തത് ഇത്തിൽ ചെടി എന്ന് പറയുന്നത് ജലത്തിലും ലവണത്തിനും വേണ്ടി മാത്രം അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു. അപ്പോൾ ഫുഡ് തന്നെ ഉണ്ടാക്കും, പക്ഷെ ജലവും ലവണവും മറ്റുള്ള സസ്യങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നു. അതിന് നമ്മൾ എന്താന്ന് പറഞ്ഞത്? അർദ്ധപരാതങ്ങൾ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇത്തിൽ ചെടി എന്ന് പറയുന്നത് അർദ്ധപരാതമാണ്. ഇനി മൂടില്ലാത്താളി എന്ന് പറയുന്നത് എന്താണ്? കസ്ക്യൂട്ട.
എന്താണ് ആഹാരത്തിന് വേണ്ടിയിട്ട് അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു അല്ലേ. മൊത്തം ഫുഡും മറ്റു സസ്യങ്ങൾ ഉണ്ടാക്കുന്നത് സ്വീകരിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു, പൂർണ്ണപരാതം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പൂർണ്ണപരാതത്തിന് എക്സാമ്പിൾ ഏതാണ്? പൂർണ്ണപരാതം എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ് മൂടില്ലാ താളി അല്ലേ. മൂടില്ലാ താളി എന്ന് പറയുന്നത് പൂർണ്ണപരാതം. അർദ്ധപരാതത്തിന് എക്സാമ്പിൾ ആണ് ഏത്? ഇത്തിൽ കണ്ണി. ശവോപജീവിക്ക് എക്സാമ്പിൾ ആണ് മോണോട്രോപ്പ്. ഓക്കെ, മോണോട്രോപ്പ്. ഇനി ഇവിടെ ചന്ദനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ്? വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണങ്ങളും കണ്ടെത്തുന്നു. അപ്പോൾ മറ്റുള്ള ഇതിൽ നിന്ന് ജലവും ലവണം കണ്ടെത്തുമ്പോൾ അതെന്താണ്? അത് അർദ്ധപരാതമാണ് അല്ലേ. അപ്പോൾ പൂർണ്ണപരാതം, അർദ്ധപരാതം, ശവോപജീവി. അതിന് എക്സാമ്പിൾ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി കൂണ്, പൂപ്പൽ ഇതെല്ലാം എന്താണ്? ശവോപജീവികളിൽ വരുന്നതാണ്. അതും നമ്മൾ പഠിച്ചതാണ്. അടുത്തത് അകത്തും പുറത്തും ജന്തുക്കളിലും പരാതങ്ങളുണ്ട്. നമ്മളിപ്പോൾ സസ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. പരാതങ്ങൾ ജന്തുക്കളിലും ഉണ്ട്. ഇവിടെ പേന്, വിര, ചെള്ള് എന്നൊക്കെ പറഞ്ഞ് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിലെ പേനും ചെള്ളും എന്താണ്? ബാഹ്യപരാതങ്ങളാണ്. ബാഹ്യപരാതങ്ങൾ നമ്മുടെ ശരീരത്തിൽ പുറത്താണ് ഇവ ഉള്ളത് അല്ലേ. പേനും ചെള്ളൊക്കെ നമ്മുടെ ശരീരത്തിന് പുറത്താണ് ഉള്ളത്. അപ്പോൾ അത് ബാഹ്യപരാതങ്ങളാണ്, നമ്മുടെ ശരീരത്തിന് പുറത്താണ്. പക്ഷെ നമ്മളെ ആശ്രയിച്ചിട്ടാണ്. പേനെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് കുടിച്ച് നമ്മുടെ ശരീരത്തിന് പുറത്താണ്, തലയ്ക്കകത്ത് അല്ലേ. അപ്പോൾ ചെള്ളെന്ന് പറയുമ്പോൾ ജീവികളുടെ പുറത്താണ് കാണപ്പെടുന്നത്. അവയിൽ നിന്നും ശരീരത്തിൽ നിന്നും ബ്ലഡൊക്കെ ഊറ്റി കുടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മറ്റുള്ള ജീവികളെ ആഹാരത്തിന് വേണ്ടി എന്താണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ശരീരത്തിന് പുറത്താണുള്ളത്. അതുകൊണ്ടാണ് അതിനെ ബാഹ്യപരാതങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ വിര എന്ന് പറയുന്നത് എന്താണ്? വിര എന്ന് പറയുന്നത് ശരീരത്തിനകത്താണ്. സോ എന്താണ്? അത് ആന്തരപരാതമാണ് അല്ലേ. ആന്തരപരാതം. അപ്പോൾ ആന്തരപരാതവും ഉണ്ട്, ബാഹ്യപരാതവും ഉണ്ട് ജന്തുക്കളിൽ. ഓക്കെ, അപ്പോൾ ആന്തരപരാതത്തിനും ബാഹ്യപരാതത്തിനും എക്സാമ്പിളും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് സസ്യലോകത്തെ ഇരപിടിയൻ സസ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് സസ്യങ്ങൾ നമ്മൾ പറഞ്ഞു സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് അവരെ സ്വപോഷികൾ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചില ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ സസ്യങ്ങൾ നോക്കുക. ഇൻസെക്റ്റിവോറസ് അല്ലെങ്കിൽ ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണികളെ പിടിക്കുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. ഓക്കെ, ഇൻസെക്റ്റിവോറസ്, ഇൻസെക്ട്സിനെ, പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവയ്ക്ക് എന്തെന്ന് പറയുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ അല്ലെങ്കിൽ ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഈ സസ്യങ്ങളിലും എന്ത് നടക്കുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇൻസെക്റ്റിവോറസ് എന്ന് പറയാൻ കാരണം? ഇവിടെ വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറഞ്ഞ സൺഡ്യൂ ചെടി, പിക്ചർ ചെടി, ഇതെല്ലാം ഇരപിടിയൻ സസ്യങ്ങൾക്ക് എക്സാമ്പിളാണ്. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറഞ്ഞ് ഇത് കാണുന്നുണ്ട് ഈ ചിത്രം. അപ്പോൾ അതിനകത്തൊരു പ്രാണി വന്നിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ടപ്പേന്ന് അടഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇൻസെക്റ്റിനെ പിടിക്കുന്നു. ആ ഒരു രീതിയിലാണ് ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ്. സസ്യങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം, ഇരുമ്പ്. അപ്പോൾ മണ്ണിലെ ബാക്ടീരിയകൾ, അതായത് അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുമെന്ന് അറിയാമല്ലോ. ഈ ചിലതരം മണ്ണിൽ ആസിഡിൻ്റെ അംശം കൂടുന്നത് കൊണ്ടും മറ്റു ഈ ബാക്ടീരിയകൾ ഇല്ലാതെ വരാം. ഇത്തരം മണ്ണിൽ വരുന്ന ചെടികൾക്ക് നൈട്രജൻ ലഭിക്കില്ല. ഈ സ്ഥിതി മറികടക്കുന്നതിനാലാണ് ചില ചെടികൾ പ്രാണികളെ പിടിക്കുന്ന കഴിവ് ആർജിച്ചെടുത്തത്. പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ച് ഈ ആവശ്യമായ നൈട്രജൻ സ്വീകരിക്കുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണം നടക്കാതെയല്ല ഈ ചെടികൾ പ്രാണികളെ ആർജിച്ചെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ആർജിച്ചെടുക്കുന്നത് എന്നുള്ളതിൻ്റെ റീസൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചില ചെടികൾ, ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ്, ഇരപിടിയൻ ചെടികൾ എന്ന് പറയുന്നത് മറ്റുള്ള പ്രാണികളെ പിടിക്കുന്നെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? അവ ഫുഡ് ഉണ്ടാക്കാതെയാണോ? പ്രകാശ സംശ്ലേഷണം നടക്കാതെയാണോ? അല്ല. കാരണം എന്താണെന്നാണ് പറയുന്നത്. അതായത് സസ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം, ഇരുമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണ്ണിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയകൾ, അസറ്റോബാക്ടറും നൈട്രോബാക്ടറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കിയിട്ട് മാറ്റും. ആര്? മണ്ണിലെ ബാക്ടീരിയകൾ. അപ്പോൾ ചിലതരം മണ്ണിൽ ആസിഡിൻ്റെ അംശം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ബാക്ടീരിയകൾ, അതായത് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ഈ ബാക്ടീരിയകൾ ഇല്ലാതെയായിട്ട് വരും.
അങ്ങനെ ഇത്തരം ആസിഡിൻ്റെ അംശം കൂടുതലുള്ള ചെടികളിൽ മണ്ണിൽ വളരുന്ന ചെടികൾക്ക് എന്ത് ലഭിക്കില്ല? നൈട്രജൻ ലഭിക്കില്ല. ഓക്കെ, ബാക്ടീരിയകൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ നൈട്രജൻ ലഭിക്കാതെ വരും. അപ്പോൾ ഇങ്ങനെ നൈട്രജൻ ലഭിക്കാതെ വരുമ്പോഴാണ് ഈ ചെടികൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള പ്രാണികളെ ആർജിച്ചെടുക്കാനുള്ള കഴിവുണ്ടാക്കി അവയെ ആർജിച്ചെടുത്ത് ആ പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ച് എന്ത് ചെയ്യുന്നു? ആവശ്യമായിട്ടുള്ള നൈട്രജൻ സ്വീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇരപിടിയൻ സസ്യങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് ആഹാരം മനുഷ്യരിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്ക് അത് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. അത് നമ്മൾ പഠിച്ചതാണ്, പല്ലിനെക്കുറിച്ചും ഓക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്, വൈവിധ്യം നിലനിൽപ്പിന് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ, വൈവിധ്യം നിലനിൽപ്പിന്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെയും പകുതിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ബാക്കി പകുതി പരിസ്ഥിതിയും പരിസ്ഥിതി ശാസ്ത്രവും എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ആ ഒരു സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ SCERT പാഠഭാഗങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് ചെയ്യാം. ഓക്കെ, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് ബാക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് അവിടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ പകുതി ഭാഗം നമുക്കിവിടെ പഠിക്കാം. ആദ്യം തന്നെ വൈവിധ്യങ്ങളുടെ നിലനിൽപ്പിന് എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. നമുക്ക് കഴിഞ്ഞ നമ്മൾ ചാപ്റ്ററിൽ കണ്ടതുപോലെ തന്നെ ഒരു ആവാസ വ്യവസ്ഥയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലേ? ഒരു കുളത്തിൻ്റെ ചിത്രമാണ്, ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ജീവമണ്ഡലം എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ജീവമണ്ഡലം അഥവാ ബയോസ്ഫിയർ എന്ന് പറയുന്നത്? ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? ജീവമണ്ഡലം. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. ഇത് ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനും ഇടയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ജീവമണ്ഡലം എന്താണെന്നാണ് പറയുന്നത്. ജന്തുക്കളും സസ്യങ്ങളും സൂക്ഷ്മജീവികളും എല്ലാം ഉൾപ്പെടുന്ന ജീവലോകത്തിൻ്റെ നിലനിൽപ്പിന് അജീവീയ ഘടകങ്ങളും ആവശ്യമാണ്. അജീവീയ ഘടകങ്ങൾ ജീവീയ ഘടകങ്ങൾക്ക് പ്രയോജനകരമാകുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു, അല്ലേ? എന്താണ് അജീവീയ ഘടകങ്ങളും ജീവീയ ഘടകങ്ങളും? സൂര്യപ്രകാശവും വായു, ജലം, മണ്ണ്, അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഇതെല്ലാം എന്താണ്? അജീവീയ ഘടകങ്ങളാണ്. സൂര്യപ്രകാശം എന്തിനും ആവശ്യമാണ്? പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമാണ്. വായു ശ്വസിക്കാൻ ആവശ്യമാണ്. ജലം അവയ്ക്ക് ഭക്ഷിക്കാനും ഫുഡ് ഉണ്ടാക്കാനും എല്ലാത്തിനും ആവശ്യമാണ്, അല്ലേ? മണ്ണ് എല്ലാം ആവശ്യമാണ്. അപ്പോൾ സൂര്യപ്രകാശം, വായു, ജലം, മണ്ണ് ഇതെല്ലാമാണ് അജീവീയ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അജീവീയ ഘടകങ്ങളും ജീവീയ ഘടകങ്ങളും എന്ന് പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് അത്യാവശ്യമാണ്. ഇനി ജീവലോകത്തിൻ്റെ പ്രാഥമിക ഊർജ്ജ സ്രോതസ് ആരാണ്? സൂര്യനാണ്. ജീവലോകത്തിൻ്റെ പ്രാഥമിക ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. ഹരിതസസ്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണത്തിലൂടെ, പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കിയിട്ട് മാറ്റുന്നു. ഈ ഊർജ്ജമാണ്, പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആക്കി മാറ്റുന്ന രാസോർജ്ജമാണ് ഭക്ഷ്യശൃംഖല വഴി കൈമാറ്റം ചെയ്യപ്പെട്ട് മറ്റു ജീവികളിലോട്ട് എത്തുന്നത്. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെ എന്തെന്ന് പറയുന്നു? ഉൽപാദകർ എന്ന് പറയുന്നു. നമ്മൾ പഠിച്ചല്ലേ, പുല്ല്, പുൽച്ചാടി എന്ന് പറഞ്ഞ ആഹാര ശൃംഖല പഠിച്ചപ്പോൾ ആദ്യത്തെ കണ്ണികൾ ആരാണ്? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഉൽപാദകർ എന്ന് പറയുന്നു, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നു. ഇനി നേരിട്ടോ അല്ലാതെയോ ഊർജ്ജത്തിനായിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നു. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നേരിട്ടോ അല്ലാതെയോ സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നു. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നത്, അതായത് ഇപ്പോൾ പുല്ലിനെ ഡയറക്റ്റായിട്ട് ആശ്രയിക്കുന്ന ആരാണ്? പുൽച്ചാടി, അല്ലേ? അല്ലെങ്കിൽ പുല്ലിനെ നേരിട്ട് ആശ്രയിക്കുന്ന മുയൽ, അല്ലെങ്കിൽ പുല്ലിനെ നേരിട്ട് ആശ്രയിക്കുന്ന ആട്. അങ്ങനെ പുല്ലിനെ ഡയറക്റ്റായിട്ട് ആദ്യം ഉപയോഗിക്കുന്ന ആൾ അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കുന്ന ആളെയാണ് നമ്മൾ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്, പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അവയെ ആഹാരമാക്കുന്ന ദ്വിതീയ ഉപഭോക്താക്കൾ എന്നും പറയാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എന്താണ് ഇതുണ്ട്, പുല്ല്, ഓക്കെ, പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, ഇങ്ങനെയാണ് നമ്മുടെ ഭക്ഷ്യശൃംഖല എന്ന് വിചാരിക്കുക. അപ്പോൾ പുല്ല് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ പുല്ലിന് നമുക്ക് എന്ത് പറയാം? പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഉൽപാദകർ എന്ന് പറയാം, അല്ലേ? പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഉൽപാദകർ. പുൽച്ചാടി സസ്യം അല്ലെങ്കിൽ പുല്ലിനെ നേരിട്ട് എന്താണ് പ്രയോജനപ്പെടുത്തുന്ന ആളാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? പ്രൈമറി കൺസ്യൂമർ എന്ന് പറയാം, അല്ലേ? പ്രൈമറി കൺസ്യൂമർ എന്ന് പറയാം. ഈ പുൽച്ചാടിയെ തിന്ന് ജീവിക്കുന്നതാണ് തവള. അപ്പോൾ തവള പുൽച്ചാടിയിലൂടെയാണ് സസ്യത്തെ ആശ്രയിക്കുന്നത്, അല്ലേ? അപ്പോൾ തവളയെ നമുക്ക് എന്ത് പറയാം? തവളയെ നമുക്ക് ദ്വിതീയ ഉപഭോക്താവ് അല്ലെങ്കിൽ ടേർഷ്യറി കൺസ്യൂമേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദ്വിതീയ ഉപഭോക്താവ് എന്ന് നമുക്ക് പറയാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ദ്വിതീയ ഉപഭോക്താവ് അഥവാ എന്താണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷറി അല്ല സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഭക്ഷ്യശൃംഖല ജാലം തന്നിട്ട് അതിലെ പ്രൈമറി കൺസ്യൂമേഴ്സ് ആരാണ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആരാണെന്നൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ പുല്ല്, പുൽച്ചാടി, തവള എന്ന് തന്നിട്ടുണ്ടെങ്കിൽ പുല്ല് ആരാണ്, പ്രൊഡ്യൂസേഴ്സ് ആണ്. പുൽച്ചാടി ആരാണ്, പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക ഉപഭോക്താവാണ്. തവള എന്ന് പറയുന്നത് പുൽച്ചാടി തിന്നിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതെന്താണ്, ദ്വിതീയ അല്ലെങ്കിൽ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ ദ്വിതീയ ഉപഭോക്താവിനെ, അതായത് തവളയെ തിന്ന് ജീവിക്കുന്ന പാമ്പിനെ നമുക്ക് എന്ത് പറയാം, ടെർഷറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ തൃതീയ ഉപഭോക്താവ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ പുല്ലാണ് ആര്, പ്രൊഡ്യൂസേഴ്സ്, ഉൽപാദകർ. പുൽച്ചാടി എന്ന് പറയുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സ്, പ്രാഥമിക ഉപഭോക്താവ്. തവള എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ദ്വിതീയ ഉപഭോക്താവ്. പാമ്പ് എന്ന് പറയുന്നത് ടെർഷറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ തൃതീയ ഉപഭോക്താവാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് പ്രകൃതിയിലെ ആഹാരബന്ധങ്ങൾ ചിത്രീകരിക്കുന്ന ഭക്ഷ്യശൃംഖലാ ജാലം. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഭക്ഷ്യശൃംഖലാ ജാലമാണ് ഇപ്പോൾ ഞാൻ എഴുതിയിട്ട് പറഞ്ഞു തന്നത്. അടുത്തത് എക്കോളജി എന്താണെന്നാണ്. ഇക്കോളജി നോക്കുക, ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. വിവിധ തരം ആവാസ വ്യവസ്ഥകൾ, ജീവികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെല്ലാം ഈ പഠനശാഖയിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഭക്ഷ്യശൃംഖല ജാലം കൊടുത്തിട്ടുണ്ട്. നോക്കുക, പുല്ല്, ദെൻ പുൽച്ചാടി, തവള, പാമ്പ്. ഓക്കെ, അതൊരു ഭക്ഷ്യശൃംഖലയാണ്. ഇതുപോലെ പുല്ല്, മുയലിനെ തിന്നുന്ന പുലി അല്ലേ, പുല്ലിനെ തിന്നുന്ന മാനിനെ തിന്നുന്ന പുലി. ദെൻ അടുത്തത് ഇവിടെ നോക്കൂ, നെല്ലിൻ്റെ കതിര്, അത് തിന്നുന്ന പുൽച്ചാടി, അതിനെ തിന്നുന്ന ഓന്തിനെ തിന്നുന്ന പാമ്പ് അല്ലേ. ഇവിടെ മരത്തിൽ അണ്ണാൻ അല്ലേ, ഫ്രൂട്ട്സ് കഴിക്കുന്ന അണ്ണാനെ തിന്നുന്ന പാമ്പിനെ തിന്നുന്ന പരുന്ത്. ദെൻ പുല്ലിനെ തിന്നുന്ന മുയലിനെ തിന്നുന്ന പരുന്ത്. അല്ലെങ്കിൽ പുല്ലിനെ തിന്നുന്ന നോക്കുക എന്താണ്, തവള അല്ലേ, പുല്ലിനെ തിന്നുന്ന പുൽച്ചാടിയെ തിന്നുന്ന ഓന്തിനെ തിന്നുന്ന പരുന്ത്. അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷ്യശൃംഖലകളുടെ ഒരു കൂട്ടമാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് എന്ത്, ഭക്ഷ്യശൃംഖല ജാലം എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖലകൾ പരസ്പരം ബന്ധിപ്പിച്ചു കിടക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഭക്ഷ്യശൃംഖല ജാലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പോഷണതലങ്ങളാണ്. പോഷണതലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് പോഷണതലങ്ങൾ? ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്ന പദമാണ് പോഷണതലം. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നതാണ് പോഷണതലം അഥവാ ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാകയാൽ അവയെ ഒന്നാം പോഷണതലത്തിൽ പെടുത്താം. ആരംഭിക്കുന്നത് സസ്യങ്ങളാണ്, അതുകൊണ്ട് അവയെ ഒന്നാം പോഷണതലം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യാഹാരികളെ രണ്ടാം പോഷണതലത്തിലും പോഷണത്തിനായി അവയെ ആശ്രയിക്കുന്നവയെ മൂന്നാം പോഷണതലത്തിലും പെടുത്താം. മാംസാഹാരികളെ ഇരയാക്കുന്ന ഇരപിടിയന്മാരെ നാലാം പോഷണതലത്തിലും. ഭക്ഷ്യശൃംഖലാജാലം സങ്കീർണമാകുന്നതിനനുസരിച്ച് ജീവി തന്നെ വിവിധ പോഷണതലങ്ങളിൽ ഉൾപ്പെടാം. ഓക്കെ, അപ്പോൾ സസ്യങ്ങൾ അല്ലെങ്കിൽ ഉൽപാദകർ എന്ന് പറയുന്നത് ഒന്നാം പോഷണതലം, അവരെ തിന്ന് ജീവിക്കുന്ന പ്രാഥമിക ഉപഭോക്താക്കൾ രണ്ടാമത്തെ പോഷണതലമാണ്. ദെൻ അവയെ തിന്ന് ജീവിക്കുന്ന ദ്വിതീയ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ മാംസാഹാരികൾ മൂന്നാമത്തെ പോഷണതലം, മാംസാഹാരികളെ ഭക്ഷിക്കുന്ന തൃതീയ ഉപഭോക്താക്കൾ നാലാമത്തെ പോഷണതലം. അപ്പോൾ ഒരു ഭക്ഷ്യശൃംഖലയിലെ ജീവിയുടെ സ്ഥാനത്തെ പറ്റി പറയുന്നതാണ് പോഷണതലം എന്ന് പറയുന്നത്. ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉൽപാദകർ ഉപഭോക്താക്കൾ എന്നുള്ള രീതിയിൽ തിരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഉൽപാദകർ എന്ന് പറയുന്നത് സസ്യങ്ങളാണ്. സസ്യങ്ങളെ നേരിട്ട് ആശ്രയിക്കുന്നവരെ നമ്മൾ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയും. അവയെ ആശ്രയിക്കുന്നത് ദ്വിതീയ ഉപഭോക്താക്കൾ, അത് കഴിഞ്ഞ് തൃതീയ ഉപഭോക്താക്കൾ. ഇനി അവരുടെ ലെവൽ നോക്കിയിട്ടാണെങ്കിൽ ഒന്നാമത്തെ പോഷണതലം പ്രൊഡ്യൂസേഴ്സ്, രണ്ടാമത്തെ പോഷണതലം സസ്യാഹാരികൾ, മൂന്നാമത്തേത് മാംസാഹാരികൾ, നാലാമത്തേത് മാംസാഹാരികളെ ഭക്ഷിക്കുന്നവർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാം പോഷണതലത്തിൽ വരുന്നത് ആരൊക്കെയാണ് എന്നൊക്കെ എഴുതാനാണ് ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. സസ്യങ്ങൾ അല്ലെ, ഇവിടെ നെല്ല്, പുൽച്ചാടി എന്നൊക്കെ നെൽച്ചെടി, പുൽച്ചെടി. ഓക്കെ, നെൽച്ചെടി, പുൽച്ചെടി ഇത് രണ്ടും സസ്യങ്ങളാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ പോഷണതലത്തിൽ വരുന്നുണ്ട്. രണ്ടാമത്തെ പോഷണതലത്തിൽ ആരൊക്കെ വരും? നെൽച്ചെടി, പുൽച്ചെടിയൊക്കെ തിന്നുന്നത് ആരാണ്?
നമുക്ക് പുൽച്ചാടി തിന്നും അല്ലേ, പുൽച്ചാടി തിന്നും, ആട് തിന്നും അല്ലേ, ആട് തിന്നും, മുയൽ തിന്നും. അപ്പോൾ അവരൊക്കെ ആരാണ്? അവരെല്ലാം രണ്ടാമത്തെ പോഷണതലമാണ്. ഇനി മൂന്നാമത്തെ പോഷണതലത്തിൽ ആര് വരും? പുൽച്ചാടിയെ തിന്നുന്ന തവള വരും. ഓക്കെ, പുൽച്ചാടിയെ തിന്നുന്ന തവള വരും. തവളയെ തിന്നുന്ന പാമ്പ് എവിടെ വരും? അടുത്ത നാലാമത്തെ പോഷണതലത്തിലാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ഭക്ഷ്യശൃംഖല തന്നാൽ പോഷണതലം ചോദിച്ചു കഴിഞ്ഞാലും ഉൽപാദകർ ആരാണ്, പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്, ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് ഭക്ഷ്യശൃംഖലകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് താഴെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നോക്കാം. ഇവിടെ ഈ ശൃംഖലകളിൽ പരുന്ത് പ്രതിനിധാനം ചെയ്യുന്ന പോഷണതലങ്ങൾ, അപ്പോൾ ഒന്നാമത്തതിൽ ആകെ 3 ഇതേ ഉള്ളൂ അല്ലേ, 3 കണ്ണികളേ ഉള്ളൂ. അപ്പോൾ പരുന്ത് എത്രാമത്തെ പോഷണതലമായിരിക്കും? ആദ്യം പുൽച്ചെടി 1-ാം പോഷണതലം, മുയൽ 2-ാം പോഷണതലം, പരുന്ത് 3-ാമത്തെ പോഷണതലമാണ്. ഇനി അടുത്തതിൽ കണ്ണികൾ കൂടി. ആദ്യം പുൽച്ചെടി, മുയൽ, പരുന്ത് എന്നായിരുന്നു. പിന്നെ പുൽച്ചെടിയെ പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിയെ ഓന്ത് തിന്നുന്നു, ഓന്തിനെ പരുന്ത് തിന്നുന്നു. അപ്പോൾ കണ്ണി കൂടി, അപ്പോൾ പോഷണതലം കൂടും അല്ലേ. പുൽച്ചെടി 1 ആകും, പുൽച്ചാടി 2 ആകും, ഓന്ത് 3 ആകും, പരുന്ത് അപ്പോഴേക്കും 4-ാമത്തെ സ്ഥാനത്തെത്തും. ഇനി അടുത്തതിലേക്ക് ആകുമ്പോഴേക്കും 1, 2, 3, 4, 5 അല്ലേ, 5-ാമത്തെ സ്ഥാനത്താണ് പരുന്ത് വരുന്നത്. അപ്പോൾ പോഷണതലം പരുന്തിൻ്റേത് 1-ാമത്തതിൽ 3-ാമത്തെ പോഷണതലത്തിലും, 2-ാമത്തെ ഭക്ഷ്യശൃംഖലയിൽ 4-ാമത്തെ പോഷണതലത്തിലും, 3-ാമത്തേതിൽ 5-ാമത്തെ പോഷണതലത്തിലുമാണ് വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് കണ്ണികൾ കൂടുന്നതിനനുസരിച്ച് ഒരേ മൃഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരേ ആളുടെ തന്നെ പോഷണതലങ്ങൾ വ്യത്യാസം വരാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആവാസ വ്യവസ്ഥയിലെ പോഷണതലങ്ങളുടെ എണ്ണവും പോഷണതലത്തിലെ ജീവികളുടെ സ്ഥാനവും ഒരിക്കലും എന്തല്ല, സ്ഥിരമല്ല. ഭക്ഷ്യശൃംഖലയുടെ സങ്കീർണതയ്ക്കും ദൈർഘ്യത്തിനും അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുമെന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആവാസ വ്യവസ്ഥയിലെ പ്രതിപ്രവർത്തനങ്ങൾ, ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഇവിടെ പൂവും പൂമ്പാറ്റിയും, മാവും മരവാഴയും, നെല്ലും കളകളും, മാവും ഇത്തിൽക്കണ്ണിയും, മാനും കടുവയും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ജീവി ബന്ധങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പരാദജീവനം, ഇരപിടുത്തം ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. നോക്കുക, ജീവി ബന്ധങ്ങൾ 5 തരത്തിലാണുള്ളത്. 1 ഇരപിടുത്തം, 2 പരാദജീവനം, 3 മത്സരം, 4 മ്യൂച്വലിസം, 5 കമൻസലിസം. അപ്പോൾ ഇരപിടുത്തം എന്ന് പറയുന്നത് ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. ഇരപിടിയന് അല്ലേ ഭക്ഷണമാകുന്നു. ഇര എന്ത് ചെയ്യുന്നു? ഇരപിടിയന് ഭക്ഷണമാകുന്നു. അതിനെയാണ് ഇരപിടുത്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇരപിടുത്തം എന്ന് പറയുന്നത് മനുഷ്യൻ ഇപ്പോൾ വേട്ടയാടി കഴിക്കുന്നത് മനുഷ്യന് ഗുണകരമാണ് അല്ലേ, മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷെ ആ ജീവിക്കോ സ്വന്തം ജീവനാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇരപിടുത്തം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ, ഒരു ജീവിക്ക് ഗുണകരമാണ്. ഒന്നിനിപ്പോൾ അതിൻ്റെ ഫുഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു കുറുക്കൻ കോഴിയെ തിന്നുവാണ്, കുറുക്കന് എന്ത് കിട്ടി? കോഴിനെ ഭക്ഷിച്ചപ്പോൾ അതിൻ്റെ വിശപ്പടങ്ങി. പക്ഷെ കോഴിക്ക് എന്ത് സംഭവിച്ചു? അതിന് ദോഷകരമാണ്, അതിന് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ അതാണ് എന്ത് ഇരപിടുത്തം എന്ന് പറയുന്നത്, കുറുക്കനും കോഴിയും. ഓക്കെ, അങ്ങനെ നമുക്ക് എടുക്കാം. അടുത്തത് പരാദജീവനം. എന്താണ്? ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. പരാദം പോഷണത്തിനായിട്ട് ആതിഥേയനെ ആശ്രയിക്കുന്നു. അതായത് മാവും ഇത്തിൽക്കണ്ണിയും എന്ന് പറയുന്നത് ഒന്നിന് ഗുണകരമാണ് മറ്റേതിന് ദോഷകരമാണ്. പരാദം പോഷണത്തിനായിട്ട് ആതിഥേയനെ, പോഷണത്തിന് വേണ്ടിയിട്ട്, അതായത് ഇത്തിൽക്കണ്ണി നമ്മൾ പറഞ്ഞു ജലവും ലവണവും വലിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. മാവിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, അതിൽ മറ്റുള്ളതിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ചെറിയൊരു ദോഷം വരുന്നുണ്ട്. ഇനി അടുത്തത് മത്സരം എന്ന് പറയുമ്പോൾ എന്താണ്? തുടക്കത്തിൽ 2നും ദോഷകരം, പിന്നീട് ജയിക്കുന്നവയ്ക്ക് ഗുണകരം. ഓക്കെ, തുടക്കത്തിൽ എന്താണ്? 2 പേർക്കും ദോഷം. ഓക്കെ, തുടക്കത്തിൽ 2 പേർക്കും ദോഷമാണ്. എന്നിട്ട് ജയിക്കുന്ന സമയത്ത് എന്താണ്? 2 പേർക്കും ഗുണകരം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മത്സരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ എന്താണ്? 2 ജീവികൾക്കും ഗുണകരമാണ്. 2 ജീവികൾക്കും ഗുണകരമായിട്ടുള്ളതിനെയാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. മ്യൂച്വലിസത്തിന് എക്സാമ്പിളാണ് 2 ജീവികൾക്കും ഗുണകരം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കാക്ക എന്താണ് പശുവിൻ്റെ പുറത്തിരുന്ന് ചെള്ളൊക്കെ അങ്ങനെ പറക്കി തിന്നും അല്ലേ. അപ്പോൾ കാക്കയ്ക്ക് വിശപ്പ് അടങ്ങും, പശുവിന് എന്താണ് അതിൻ്റെ കടിയും മാറിക്കിട്ടും. അപ്പോൾ അതെന്താണ്? ഒരു മ്യൂച്വലിസമാണ്, 2 പേർക്കും ഉപകാരമാണ് അല്ലേ. അതുപോലെ കമൻസലിസം എന്ന് പറയുമ്പോൾ ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ഇല്ല ദോഷവും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മാവും മരവാഴയും. മരവാഴ അവിടെ പറ്റിപ്പിടിച്ച് വളരും, അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ എന്താണ്? ഒന്നിന് ഗുണകരമാണ് അല്ലേ. മരവാഴയ്ക്ക്
വാസസ്ഥലമുണ്ട്. പക്ഷെ മാവിന് പ്രത്യേകിച്ച് ഗുണവുമില്ല ദോഷവുമില്ല, മരവാഴ നിൽക്കുന്നത് കൊണ്ട് ഗുണവുമില്ല ദോഷവുമില്ല. അപ്പോൾ അതാണ് കമൻസലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇരപിടുത്തം, പരാതിജീവനം, മത്സരത്തിന് എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇതെവിടെ കടുവയും മാനും കാണുന്നത് മത്സരത്തിന് എക്സാമ്പിൾ ആണ് അല്ലേ. ആദ്യം രണ്ടുപേർക്കും എന്താണ് ദോഷകരമാണ്, പിന്നീട് ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടാളും ഇപ്പോൾ ഓടിയെന്ന് വിചാരിക്കുക, ഓടി ജയിച്ചു കഴിഞ്ഞാൽ പുലി മാനിനെ പിടിച്ച് തിന്നുവാണെങ്കിൽ പുലിക്ക് എന്താണ് ഗുണകരമാണ് അല്ലേ. അപ്പോൾ അതൊരു രീതിയിൽ മത്സരമാണ്. അപ്പോൾ ഇരപിടുത്തം, പരാതിജീവനം, മത്സരം, മ്യൂച്വലിസം, കമൻസലിസം, ഇങ്ങനെ 5 തരത്തിലുള്ള ജീവി ബന്ധങ്ങളാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളെ കൊടുത്തിട്ടുണ്ട്. വനം ഒരു ആവാസ വ്യവസ്ഥയാണ്, സമുദ്രം, പുൽമേടുകൾ, തുന്ദ്ര, തണ്ണീർത്തടം, മരുഭൂമി, ഇതെല്ലാം ഓരോ ആവാസ വ്യവസ്ഥകളാണ് അല്ലേ. ഇനി ബാക്കി നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത് ജൈവ വൈവിധ്യം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, ബാക്കിയുള്ളത് നമുക്ക് എന്തിൽ പഠിക്കാം, പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഭാഗത്ത് വരുന്ന SCERT ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വനവും വനവിഭവങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന SCERT ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി പരിസ്ഥിതി പ്രശ്നങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്